السلام عليكم ورحمة الله وبركاته. الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അടുത്തു നിന്നും അകലെ നിന്നും ഈ ശബ്ദം കേൾക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ അറിയുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങളാണ് ഈ അവസരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനുള്ളത്. സ്വാഭാവികമായി നമുക്ക് തോന്നും, അള്ളാഹുവിനെ അറിയാത്തവരായി ഇപ്പോൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? സഹോദരങ്ങളെ, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല സ്ഥലങ്ങളിലും പറഞ്ഞതായി കാണാം. ഫദക്കിർ, നബിയെ താങ്കൾ ഉണർത്തുക, താങ്കൾ ഓർമ്മപ്പെടുത്തുക, താങ്കൾ ഉത്ബോധനം നടത്തുക. അത്തരം ഒരു ഉത്ബോധനമാണ് പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു അവന്റെ കിതാബിൽ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ദാരിയാത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം നമ്മെ അറിയിക്കുന്നു. അല്ലാഹു പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം വിളിച്ചോതുന്ന അള്ളാഹുവിന്റെ കിതാബിലെ ആയത്താണിത്. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നു. നമ്മിൽ പല പ്രായക്കാരുണ്ട്. ഈ ശബ്ദം കേൾക്കുന്നവരിൽ പല പ്രായക്കാരുണ്ട്. വ്യത്യസ്തങ്ങളായ നാടുകളിൽ നിന്ന് വന്നവരുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിത ലക്ഷ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഓർമ്മപ്പെടുത്തിയത്.
അള്ളാഹു പറഞ്ഞത് ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം നമ്മുടെ പിതാവിൻ്റെ മുതുകിലിരിക്കുന്ന കാലത്ത്, അഥവാ നാം ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നേ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓരോരുത്തരോടും വളരെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എല്ലാവരോടും, ആരൊക്കെയുണ്ടോ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ആരൊക്കെയുണ്ടോ എല്ലാവരോടും അല്ലാഹു ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുമുണ്ട്. അല്ലാഹു അറിയിക്കുന്നു, സൂറത്തുൽ അഅറാഫിൽ നമുക്ക് കാണാം, വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് കരാർ വാങ്ങിയ സന്ദർഭം, അഥവാ നിങ്ങൾ ആദമിന്റെ മക്കൾ മനുഷ്യർ അവരുടെ പിതാവിന്റെ മുതുകിലായിരിക്കെ അവരോട് ഓരോരുത്തരോടുമായി അവരുടെ റബ്ബ് അല്ലാഹു കരാർ വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് ആ കരാറിന്റെ കാര്യത്തിൽ അവരെ സാക്ഷികളാക്കിയിരിക്കുന്നു. ഓരോരുത്തരും അവരുടെ സ്വന്തത്തിന്റെ കാര്യത്തിൽ സാക്ഷികളാണ്. എന്താണ് അല്ലാഹു വാങ്ങിയ കരാർ എന്നറിയുമോ പ്രിയമുള്ളവരെ? അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്നാണ് അല്ലാഹു നമ്മോട് ഓരോരുത്തരോടും ചോദിച്ചത്. നമ്മളെല്ലാവരും പറഞ്ഞു, എല്ലാവരും, വിശ്വാസികളാവട്ടെ വിശ്വാസികളല്ലാത്തവരാവട്ടെ, എല്ലാവരും മറുപടി പറഞ്ഞു, ഖാലൂ ബലാ, അതേ റബ്ബേ, നമ്മെ സൃഷ്ടിച്ചവനായ അല്ലാഹുവേ, അതേ നീയാണ് ഞങ്ങളുടെ റബ്ബ്, നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, നീയാണ് ഞങ്ങളെ പരിപാലിച്ചത്, നീയാണ് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകിയത് എന്നെല്ലാവരും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്തിനാണ് പ്രിയമുള്ളവരെ ആ സാക്ഷ്യം അല്ലാഹു നമ്മെ കൊണ്ട് വഹിപ്പിച്ചത് എന്നറിയുമോ? അല്ലാഹു പറയുകയാണ്, അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. പരലോകത്ത് ഖിയാമത്ത് നാളിൽ മരണാനന്തരം റബ്ബിന്റെ സന്നിധിയിൽ വന്നാൽ, അല്ലാഹുവേ, ഞങ്ങൾ ഈ കാര്യത്തിൽ നിന്നും അശ്രദ്ധയിലായിരുന്നു, നമ്മൾ അറിയില്ല, ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആമുഖമായി സൂചിപ്പിക്കട്ടെ, അല്ലാഹുവിനെ അറിയുക എന്ന കാര്യം അത് വളരെ പ്രസക്തമായ കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഇങ്ങനെ ഒരു സൃഷ്ടാവുണ്ട് എന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അല്ലാഹുവിനെ കുറിച്ച് യഥാരൂപത്തിൽ വിശ്വസിക്കുകയും ആ റബ്ബ് നമ്മിൽ നിന്നും ഉദ്ദേശിച്ച കാര്യങ്ങൾ, ആ ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതിൽ നമ്മിൽ പലരും പരാജിതരാണ്. ഇതൊരു യാഥാർത്ഥ്യമായ ഒരു നഗ്ന സത്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മെല്ലാവരെയും സൃഷ്ടിച്ചവനായ ആ റബ്ബിനെ അറിഞ്ഞുകൊണ്ട് ആ റബ്ബിലേക്കുള്ള ക്ഷണമാണ് ഈ സംസാരത്തിലൂടെ, ഈ ഒരു പരിപാടിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, നബിമാർ, അല്ലാഹുവിന്റെ റസൂലുമാർ, അവരെ അല്ലാഹു നിയോഗിച്ചത് അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അല്ലാഹുവിനെ കുറിച്ച് അവർ പരിചയപ്പെടുത്തി സമുദായങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, അല്ലയോ സമൂഹമേ, നിങ്ങളെ സൃഷ്ടിച്ച ഒരു റബ്ബുണ്ട്, നിങ്ങളെ സൃഷ്ടിച്ചവനായ ഒരു ഇലാഹുണ്ട്, ആരാധ്യനുണ്ട്, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. അങ്ങനെ അല്ലാഹുവിന്, ആ സൃഷ്ടാവിന് വഴിപ്പെട്ടാൽ ആ റബ്ബ് മരണാനന്തരം നിങ്ങളെ അവന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. നബിമാരുടെ ദൗത്യത്തിന്റെ ആകെ തുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ അതൊരാൾ മറിച്ചു നോക്കിയാൽ ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ്
രണ്ടാമത്തെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു അതാ വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ കൽപ്പന മനുഷ്യകുലത്തെ മുഴുവനും വിളിച്ചുകൊണ്ട് അറിയിക്കുകയാണ്. അല്ലാഹു എല്ലാവരെയും, മനുഷ്യരായി പിറന്നവരാരൊക്കെ ഉണ്ടോ അവരെ എല്ലാവരെയും ഒരു വേർതിരിവുമില്ലാതെ, ഒരു വിവേചനവുമില്ലാതെ, നാടുകളുടെ അതിർവരമ്പുകളില്ലാതെ, അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് മനുഷ്യനാണോ അല്ലാഹു മനുഷ്യനായി പടച്ചിട്ടുണ്ടോ, എല്ലാ മനുഷ്യരെയും റബ്ബ് വിളിക്കുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അല്ലയോ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. അല്ലാഹു ഈ ആയത്തിൽ റബ്ബിനെ നമ്മളിലേക്കാണ് ചേർത്തിയത്. നമ്മുടെ റബ്ബ്, മനുഷ്യരെ നമ്മുടെ റബ്ബ് എന്നാണ് അല്ലാഹു നമ്മോട് പറഞ്ഞത്. അവനെങ്ങനെ ഉള്ളവനാണ്? അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനാണ് അവൻ. അഥവാ നമ്മെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. നമ്മുടെ പൂർവികർ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉപ്പ, നമ്മുടെ പിതാവ്, നമ്മുടെ മാതാവ്, അതിൻ്റെ അങ്ങോട്ടേക്ക് എല്ലാവരെയും പടച്ചവനാണ് അല്ലാഹു. അതുകൊണ്ട് മനുഷ്യരെ ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ, നിങ്ങളുടെ പരലോകം സുരക്ഷിതമായി തീരാൻ നിങ്ങൾക്കതാണ് നല്ലത്. എന്നിട്ട് അല്ലാഹു അതാ അവനെ പരിചയപ്പെടുത്തുന്നു. അല്ലാഹു എന്നാൽ അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ നിങ്ങൾക്കൊരു മെത്ത പോലെ, വിരിപ്പ് പോലെ ആക്കി തന്നവനാണവൻ. വസ്സമാഅ ബിനാഅ, ആകാശം ഒരു മേൽക്കൂരയാക്കി തന്നവനാണവൻ. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് സമൃദ്ധമായി മഴ വർഷിപ്പിച്ചു നൽകിയവനാണവൻ. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, അങ്ങനെ ആ മഴ ഭൂമിയിൽ തട്ടിയപ്പോൾ അതാ ആ മഴ മുഖേന നമുക്ക് ഭക്ഷിക്കാൻ ഉതകുന്ന കായ്കനികൾ, ഫലങ്ങൾ, സസ്യലതാദികൾ മുളപ്പിച്ചു നൽകിയവനാണവൻ. അല്ലാഹുവിന്റെ ഖുർആനിലെ ആദ്യത്തെ കൽപ്പന, ആ ആദ്യത്തെ കൽപ്പന റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞ ആ റബ്ബിനെ അല്ലാഹു പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് അല്ലാഹു അതാ പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ വിലക്ക് നമ്മെ അറിയിക്കുന്നു. എന്താണ് ആദ്യത്തെ വിലക്ക്? അല്ലാഹു പറയുന്നു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമെന്നിരിക്കെ നിങ്ങൾ അവന് സമന്മാരെ നിശ്ചയിക്കരുത്. അഥവാ അല്ലാഹുവാണ് നിങ്ങളെ പടച്ചതെന്ന് നിങ്ങൾക്കറിയാം, അല്ലാഹുവാണ് നിങ്ങൾക്ക് മുമ്പുള്ളവരെ പടച്ചത് എന്ന് നിങ്ങൾക്കറിയാം, അല്ലാഹുവാണ് ഭൂമി ഇതാ മെത്ത പോലെ, വിരിപ്പ് പോലെ, അഥവാ ഓരോരുത്തർക്കും ഇഷ്ടാനുസരണം ഉപയോഗിക്കാൻ രൂപത്തിൽ അല്ലാഹു സംവിധാനിച്ച് നൽകിയിരിക്കുന്നു. നമ്മൾ നോക്കിയാൽ കാണാവുന്ന ഒരു തൂണ് പോലും ഇല്ലാതെ ആകാശമതാ ഒരു മേൽക്കൂരയാക്കി അല്ലാഹു സംവിധാനിച്ച് നൽകിയിരിക്കുന്നു. എന്നിട്ടതാ അല്ലാഹു സമൃദ്ധമായ മഴ ഭൂമിയിലേക്ക് വർഷിപ്പിച്ചു നൽകിയിരിക്കുന്നു. അത് മുഖേനയാണ് സസ്യലതാദികൾ മുളക്കുന്നത്. ഇതൊക്കെ അല്ലാഹുവാണ് ചെയ്തത് എങ്കിൽ, അതൊക്കെ നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കിയെങ്കിൽ, മനുഷ്യരെ ആ റബ്ബിന് നിങ്ങൾ സമന്മാരെ നിശ്ചയിക്കരുത്, ആ റബ്ബല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കരുത്. ഇത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ വാക്കാണിത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ച ഈ കാര്യം, ഇത് പറയാനാണ് അല്ലാഹുവിന്റെ അഖില അമ്പിയാക്കളും വന്നത്. നിങ്ങൾക്ക് കാണാം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അതാ സൂറത്തുൽ അൻആമിൽ നബിമാരുടെ ദൗത്യം പറഞ്ഞതിന് ശേഷം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, ഉലൈകല്ലദീന ഹദല്ലാഹ്, ഓ നബിയേ, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകർ, അവരാണ് അല്ലാഹു സന്മാർഗം നൽകിയവർ, അവരെ അല്ലാഹു സന്മാർഗത്തിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഫബിഹുദാഹു മുഖ്തദി, അവർ കാണിച്ചു നൽകിയ ആ സന്മാർഗം, ആ സത്യസരണി, ആ പാത, ആ ഹിദായത്തിന്റെ മാർഗം, അത് നബിയെ താങ്കളും പിന്തുടരുക. ഖുൽ, എന്നിട്ട് ജനങ്ങളോട് പറയുക, ലാ അസ്അലുക്കും അലൈഹി അജ്റൻ, ജനങ്ങളെ, നിങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ, ഇതാ ഈ ഉത്ബോധനം, പൂർവികരായ നബിമാർ പറഞ്ഞ ഈ സത്യസാക്ഷ്യം, ഈ ഉണർത്തൽ, ഈ ഉത്ബോധനം, അത് സർവലോക റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള
ഉത്ബോധനമാകുന്നു, ലോകർക്കുള്ള ഉണർത്തലാകുന്നു എന്നു മാത്രമാണ് നബിയെ അങ്ങ് പറയേണ്ടത്. പ്രിയമുള്ളവരെ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനങ്ങളോട് പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണിത്. എല്ലാ സമുദായത്തിലേക്കും അല്ലാഹു നബിമാരെ അയച്ചിട്ടുണ്ട്. നബിമാർ വരാത്ത ഒരു സമുദായവും കടന്നുപോയിട്ടില്ല എന്നാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അല്ലാഹു പറയുന്നു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ, എല്ലാ ഓരോ സമുദായത്തിലേക്കും നാം റസൂലുമാരെ നിയോഗിച്ചിരിക്കുന്നു. ആ റസൂലുമാർക്ക് പ്രധാനപ്പെട്ട ദൗത്യവും അല്ലാഹു നൽകിയിരിക്കുന്നു. എന്താണത്? അനിഅബ്ദുല്ലാഹ്, സമുദായത്തോട് ഇത് പറയാൻ, അനിഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. വജ്തനിബു ത്വാഗൂത്ത്, അല്ലാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്നതിനെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കണം. ഇത് അല്ലാഹുവിന്റെ വന്നുപോയ കടന്നുപോയ എല്ലാ നബിമാരും പറഞ്ഞ അവരുടെ ദൗത്യമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, അല്ലാഹു പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, ഓ നബിയേ, താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് അവർക്ക് വഹി നൽകിയിട്ടല്ലാതെ നബിയെ, ഒരു നബിയെയും ഒരു റസൂലിനെയും താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല. അതാ അല്ലാഹുവിന്റെ കിതാബിൽ നമുക്ക് കാണാം, സൂറത്തുൽ അറാഫിൽ നബിമാരുടെ ചരിത്രം അല്ലാഹു പറയുന്നു. ഓരോ നബിമാരും വന്നുകൊണ്ട് തങ്ങളുടെ സമൂഹത്തോട് പറഞ്ഞ വാക്ക്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങനെ കടന്നു വന്ന ഓരോ നബിമാരും അവസാനമായി നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് പറഞ്ഞ വാക്ക് ഒരേ ഒരു വാക്കാണ്, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, എൻ്റെ സമുദായമേ, എൻ്റെ സമൂഹമേ, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ. നിങ്ങൾക്ക് അല്ലാഹു അല്ലാത്ത യാതൊരു ആരാധ്യന്മാരുമില്ല, നിങ്ങൾ അല്ലാഹു അല്ലാത്ത ഒരാളെയും ആരാധിക്കരുത് എന്ന് എല്ലാ നബിമാരും പറഞ്ഞു വെച്ചിട്ടാണ് പ്രിയമുള്ളവരെ പോയിട്ടുള്ളത്. ആ വാക്കിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. അതാണ് കലിമത്തു ഷഹാദ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ, അതാണ് നബിമാർ പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും മുന്തിയ വാക്ക് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പ്രിയമുള്ളവരെ, അതാണ് കലിമത്തുൽ ഇഖ്ലാസ്. അഥവാ അതൊരാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് മാത്രമായി സമർപ്പിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം റബ്ബിന് മാത്രമേ നൽകാൻ പാടുള്ളൂ. അള്ളാഹുവിന് അർഹതപ്പെട്ട എന്തൊക്കെയുണ്ടോ അത് റബ്ബല്ലാത്ത ഒരാൾക്കും നൽകാൻ പാടുള്ളതല്ല. നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും സ്വീകരിക്കപ്പെടാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം, ഒന്നാമത്തെ നിബന്ധന അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിബന്ധന, കലിമത്ത്. അതുപോലെ പ്രിയമുള്ളവരെ, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി കാണാം, ഇത് കലിമത്തു തഖ്വയാണ്. തഖ്വ അഥവാ റബ്ബിനെ സൂക്ഷിക്കുക എന്ന ആ കാര്യം അതിന്റെ ഏറ്റവും ഉയർന്ന കാര്യമാണ്. ഒരാൾ മുത്തഖിയായി തീരുന്നത്, നേരത്തെ നമ്മൾ കേട്ടു, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കണം. അതുപോലെ ഈ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അൽ ഉർവത്തുൽ വുസ്ഖാ, ഇതൊരിക്കലും പൊട്ടിപ്പോകാത്ത പാർശ്വമാണ്, ഇതൊരിക്കലും തകർന്നു പോകാത്ത കയറാണിത്. ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രയാസത്തിലും, ഏത് വിഷമഘട്ടത്തിലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നമുക്ക് സമാധാനമേകുന്നു. ഏത് പരീക്ഷണങ്ങൾ മുന്നിൽ വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നമുക്ക് സമാധാനമാണ്, നമുക്ക് ആശ്വാസമാണ്. കാരണം നാം വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, നാം ആരാധിക്കുന്നത് ലോകത്തിന്റെ സട്ടാവായ അല്ലാഹുവിനെയാണ്. അതറിയിക്കുന്ന വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ വാക്കാണ് പ്രിയമുള്ളവരെ നമ്മെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത്. ശാശ്വതമായി ഒരാൾ നരകത്തിൽ കിടക്കാതിരിക്കാൻ, ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ കലിമത്താണ് സഹായിക്കുക. ഒരുപാട് പ്രത്യേകതകളുള്ള, ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മഹത്തായ വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ച ആയത്തിൽ അള്ളാഹു നമ്മോട് കൽപ്പിച്ച ആദ്യത്തെ കാര്യമാണ് ഈ കാര്യം,
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ. ഈ കലിമത്തിലായിക്കൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ടത്. അതിലായി ഒരാൾ മരിച്ചുപോയാൽ, അതിലായി ഒരാൾ ജീവിച്ചു മരിച്ചാൽ, അങ്ങനെ അയാളുടെ വാക്ക് അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടേതാണോ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയത്, അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണമാസന്നമായി കിടക്കുന്ന ഒരു വ്യക്തിക്ക് ലഖിനൂ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പിച്ചത്. മരണമാസന്നമായി കിടക്കുന്ന ഒരാളോട് തൽഖീൻ ചൊല്ലിക്കൊടുക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. നോക്കൂ നിങ്ങൾ, ജീവിതത്തിന്റെ തുടക്കവും ജീവിതത്തിലുടനീളവും ജീവിതത്തിന്റെ അവസാനവും അള്ളാഹുവിന്റെ അടിമകളായ നമുക്ക് മുറുകെ പിടിക്കാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മിഫ്താഹുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ താക്കോൽ. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പ്രിയമുള്ളവരെ. അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ. ഈമാനിന് 70-ലധികം, അതല്ലെങ്കിൽ 60-ലധികം ചില റിവായത്തുകളിൽ ശാഖകളുണ്ട്. അഅലാഹ, അതിലേറ്റവും ഉയർന്നു നിൽക്കുന്നത്, ഒരാളുടെ ഈമാനിന്റെ ഏറ്റവും ഉയർന്ന കാര്യം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അർത്ഥമറിഞ്ഞുകൊണ്ട്, ആശയം അറിഞ്ഞുകൊണ്ട്, അതിന്റെ താല്പര്യം സ്വീകരിച്ചുകൊണ്ട്, മുറുകെ പിടിച്ചുകൊണ്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കലാണ് വിശ്വാസത്തിന്റെ ഏറ്റവും ഉയർന്ന കാര്യം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നാം നമ്മുടെ നാവുകളിലൂടെ ഉരുവിടുന്ന ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റുകളിൽ അല്ലാഹുവിനെ സ്മരിക്കുന്ന സ്മരണകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പ്രിയമുള്ളവരെ ഖിയാമത്ത് നാളിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത്, ശുപാർശ നമുക്ക് നേടിത്തരുന്നത്. അവിടുന്ന് പറഞ്ഞു, അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി. എൻ്റെ ശഫാഅത്ത്, എൻ്റെ ശുപാർശ കൊണ്ട് ഖിയാമത്ത് നാളിൽ സൗഭാഗ്യം ലഭിക്കുന്നവർ ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മനസ്സറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി കറകളഞ്ഞ രൂപത്തിൽ പ്രഖ്യാപിച്ചത് അവനാകുന്നു. നോക്കൂ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമത്തിന്റെ ശ്രേഷ്ഠത നോക്കൂ നിങ്ങൾ. അല്ലാഹുവിനെ അറിയുക എന്ന ഈ വിഷയത്തിൽ ഒന്നാമതായി അതിന്റെ തുടക്കത്തിലും അതിന്റെ ഇടയിലും അതിന്റെ അവസാനത്തിലും നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, പറയാനുള്ളത് ഇതാ ഈ കലിമത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഒരാൾ മനസ്സറിഞ്ഞ് ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാലാണ് ഖിയാമത്ത് നാളിൽ അവിടുത്തെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം നേടിയെടുക്കാൻ അയാൾക്ക് സാധിക്കുക എന്നതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അല്ലാഹുവിനെ അറിയുക എന്ന വിഷയം ഇത്രമേൽ പ്രസക്തമായി തീർന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ അറിയുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. കേവലം ഇങ്ങനെ പറഞ്ഞു പോവുക എന്നതല്ല പ്രിയമുള്ളവരെ, മറിച്ച് ഇതൊരു ഉണർത്തലാണ്, ഇത് ഓർമ്മപ്പെടുത്തലാണ്, ഇതൊരു മുന്നറിയിപ്പാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ചെയ്ത ദൗത്യമാണിത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളത്, അവനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, എന്താണ് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് അറിയേണ്ടത്? അതിൽ പ്രധാനപ്പെട്ടത് ആകാശഭൂമികൾ സൃഷ്ടിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണവൻ. അല്ലാഹുവാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ, അല്ലാഹുവാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാവർക്കും ഉപജീവനം നൽകുന്നവൻ. അല്ലാഹുവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. അല്ലാഹുവാണ് സർവ്വ അനുഗ്രഹങ്ങളും നൽകുന്നവൻ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളിൽ, അവന്റെ അഫ്ആലുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം ഏകനാക്കണം.
അഥവാ അറബിയിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അള്ളാഹുവിനെ ഏകനാക്കണം എന്നതാണ് അള്ളാഹുവിനെ അറിയുക എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യം പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. അതാ നാം ഓരോരുത്തരും ദിനേന 17 തവണ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്താണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലാഹു സർവ്വലോകങ്ങളുടെയും റബ്ബാണ്. അള്ളാഹു പറഞ്ഞു അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ. അള്ളാഹു ആകുന്നു എല്ലാറ്റിന്റെയും സൃഷ്ടാവ്. അള്ളാഹു പറഞ്ഞു ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാം. തീർച്ചയായും 6 ദിവസങ്ങൾ കൊണ്ട് ആകാശഭൂമികൾ സൃഷ്ടിച്ചവനാകുന്നു നിങ്ങളുടെ റബ്ബ് അല്ലാഹു. സുമ്മ സ്തവാ അലൽ അർശ്. ശേഷം അല്ലാഹു അവന്റെ അർശിന് മീതെയായി. എന്നിട്ട് അല്ലാഹു പറയുന്നു യുഗ്ശിൽ ലൈലൻ നഹാർ. അല്ലാഹു അതാ രാത്രിയെ പകൽ കൊണ്ട് മൂടുന്നു, പകലിനെ രാത്രി കൊണ്ട് മൂടുന്നു. യത്ലുബുഹു ഹസീസ. രാത്രിയായി കഴിഞ്ഞാൽ അല്ലാഹു അതാ വീണ്ടും പകലിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. രാത്രി അതാ വേഗത്തിൽ അതിവേഗത്തിൽ പകലിനെ തേടി ചെല്ലുന്നു. വശംസ വൽ ഖമറ വൻ നുജൂമ മുസഖറാത്തിൻ ബിഅംരിഹി. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ് അവന്റെ കൽപ്പന പ്രകാരം. അലാ ലഹുൽ ഖൽഖു വൽ അംർ. സൃഷ്ടികളോട് അല്ലാഹു പറയുകയാണ് അറിയുക അല്ലാഹുവിൻ്റെതാണ് കൽപ്പന. അവനാണ് കൽപ്പിക്കുക, അവനാണ് സൃഷ്ടിക്കുക. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. ലോകങ്ങളുടെ റബ്ബായ അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ കാര്യം ഇതിലേത് സൃഷ്ടിയാണുള്ളത്? ഏത് സൃഷ്ടിക്കാണ് ഇത് അവകാശപ്പെടാൻ സാധിക്കുക? റബ്ബ് സുബ്ഹാനഹു വ തആലക്കല്ലാതെ ഒരു സൃഷ്ടിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ അവകാശപ്പെടാൻ സാധിക്കുകയില്ല. അല്ലാഹുവാണ് എല്ലാവർക്കും ഉപജീവനം നൽകുന്നവൻ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിൽ ഏതൊരു ജന്തുവുണ്ടോ അതിന്റെ ഉപജീവനം, അതിന്റെ ഭക്ഷണം അല്ലാഹു ഏറ്റെടുത്തിട്ടല്ലാതെ ഇല്ല. അല്ലാഹുവാണ് പ്രിയമുള്ളവരെ നമുക്ക് കാണുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ടുള്ളത്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് ഏതൊരു അനുഗ്രഹം വന്നു കിട്ടിയിട്ടുണ്ടോ അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ആ അനുഗ്രഹങ്ങളാവട്ടെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത രൂപത്തിലാണ്. അതിനു മാത്രം ആമുഖ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടു. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ, നമ്മുടെ തലച്ചോറിലേക്ക് നോക്കിയാൽ, നമുക്ക് ചുറ്റും നോക്കിയാൽ, ആകാശങ്ങളിലേക്ക്, ആകാശത്തേക്ക്, ഭൂമിയിലേക്ക്, നമുക്ക് ചുറ്റും കാണുന്ന ജീവജാലങ്ങളിലേക്ക്, സൃഷ്ടികളിലേക്ക്, കടലിലേക്ക്, കരയിലേക്ക് നോക്കിയാൽ മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തം അതിലെല്ലാം നമുക്ക് കാണാം. അള്ളാഹുവിന്റെ ആയത്തുകളാണ്. അവനുണ്ട്, ഇങ്ങനെ ഒരു സൃഷ്ടാവുണ്ട് എന്നത് തെളിയിക്കുന്ന കാര്യമാണ് ഓരോന്നും. ധാരാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നു. സൂര്യൻ ഉദിക്കുന്നു, കൃത്യസമയത്ത് ഉദിക്കുന്നു, കൃത്യസമയത്ത് അസ്തമിക്കുന്നു. ചന്ദ്രൻ വരുന്നു, രാത്രിയാകുന്നു, അത് കൃത്യസമയത്ത് തിരിച്ചു പോകുന്നു. നക്ഷത്രങ്ങൾ, ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ അത് സംവിധാനിച്ചത് പ്രിയമുള്ളവരെ ആരാണ്? റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിൽ വിശ്വസിക്കുകയും ആ കാര്യത്തിൽ അല്ലാഹുവിനെ ഏകനാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഈമാനിന്റെ വളരെ സുപ്രധാനമായ കാര്യമാണ്. ഈ കാര്യത്തിൽ നമുക്ക് വീഴ്ച വരുത്താൻ, ഈ കാര്യത്തിൽ നമുക്ക് വീഴ്ച സംഭവിച്ചു പോവാൻ പാടുള്ളതല്ല. നമ്മുടെ വിശ്വാസം അത് തകർന്നു പോകും. ഇനി പ്രിയമുള്ളവരെ ഈ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതാണ് രണ്ടാമത്തെ കാര്യം. അവന്റെ ഉലൂഹിയത്തിൽ അല്ലാഹുവിനെ ഏകനാക്കണം. അഥവാ ഏതൊരുവനാണോ സൃഷ്ടാവ്, ഏതൊരുവനാണോ നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നത്, ആ റബ്ബിന് മാത്രമേ നമ്മുടെ ആരാധനകൾ നൽകാൻ പാടുള്ളൂ. അവന് മാത്രമേ അതിന് അർഹതയുള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അർ-റഹ്മാനാണ്, അർ-റഹീമാണ്. നമ്മുടെ ഏറ്റവും കാരുണ്യമുള്ളവനാണ്. ആ കാര്യം പ്രിയമുള്ളവരെ അല്ലാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു.
അള്ളാഹുവിനോട് അതിയായ സ്നേഹവും അവനിലേക്ക് നമ്മുടെ കാര്യങ്ങളുമായി ചെല്ലാൻ നമ്മെ സഹായിക്കുന്നു. അതുപോലെ നിങ്ങൾ നോക്കൂ, അല്ലാഹു അൽ ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ ഒരിക്കലും മരിക്കാത്തവനാണ്. ഏത് സ്ഥലത്ത്, ഏത് കൂരിരുട്ടിൽ, ഏത് പാറക്കെട്ടിനിടയിൽ, ഏത് വെള്ളത്തിനടിയിൽ എവിടെ പെട്ടുപോയാലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വിളിച്ചു പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവനാണവൻ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഒരിക്കലും മരിക്കുകയില്ല. അവൻ ഹയ്യുൻ ലാ യമൂത്ത്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. എന്നാൽ സൃഷ്ടികൾ, പടപ്പുകൾ, അവർ മരിച്ചു പോകും, അവർ ഇല്ലാതായി പോകും. സഹോദരങ്ങളെ, ഇങ്ങനെ അള്ളാഹുവിന് ധാരാളമായി ഒരുപാട് നാമങ്ങളുണ്ട്. അങ്ങനെ ആ നാമങ്ങളിലൂടെ അള്ളാഹുവിനെ അറിയുകയും അതിലൊക്കെ അള്ളാഹുവിനെ ഏകനാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിനെ അറിയുക എന്ന കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒക്കെ 3 കാര്യങ്ങളാണ് പ്രധാനമായും സൂചിപ്പിച്ചത്. 3 കാര്യങ്ങൾ എന്നാൽ അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്ത് അഥവാ അള്ളാഹു അവനാണ് സട്ടാവ്, നിയന്താവ് എന്ന കാര്യങ്ങൾ, അതുപോലെ അള്ളാഹുവിന് മാത്രമേ ആരാധന പാടുള്ളൂ എന്ന കാര്യം, അതുപോലെ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ. ഈ 3 കാര്യങ്ങളിലും നമ്മൾ വിശ്വസിക്കുകയും അതിൽ അള്ളാഹുവിനെ ഏകനാക്കുകയും ചെയ്യുക എന്നതാണ് പ്രിയമുള്ളവരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നമ്മുടെ ബാധ്യത. അതാണ് ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ തഫ്സീർ, വ്യാഖ്യാനം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി, അദ്ദേഹം പറഞ്ഞ വാക്കാണിത്. ഇല്ലാ ലിയഅ്ബുദൂൻ എന്നാൽ ഇല്ലാ ലിയുവഹിദൂൻ, എന്നെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, എന്നെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ ഏകനാക്കുക എന്നതാണ്. അഥവാ അള്ളാഹുവിനെ മാത്രം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി നമ്മുടെ സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇനിയും പ്രസക്തമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇശാ നിസ്കാരത്തിനു വേണ്ടി നമ്മൾ പിരിയുകയാണ്. നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ ഈ സദസ്സിലേക്ക് വരണമെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രയത്നം, ഈ ഇരുത്തം, ഈ കേൾവി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.